വീട്ടിലെത്തി ഗായ്സ്. അപ്പോൾ നമ്മൾ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോൾ കൊണ്ടുവരുമോ? അതിപ്പോൾ പൊക്കിയെടുത്തോണ്ട് പോയത് മേളിൽ എന്തോ സിനിമയാണോ എന്തോ അല്ലേ? അല്ല, ആരെയാണ് ഇപ്പോൾ പറഞ്ഞത്? അങ്ങനെ അല്ലല്ലോ. ഇവനെ തന്നെയാണ് എല്ലാവരും നോക്കുന്നത്. അല്ല, ഇവനെയാണ് നോക്കുന്നത് ഗൈസ്. ഇവനാണ് മറ്റേ ചകിരി തലയായിട്ടൊക്കെ വന്നത്. ഞാൻ നല്ല വൃത്തിയായിട്ട് കെട്ടിയൊക്കെ വെച്ചിട്ട് വന്നു ഗൈസ്. നമ്മൾ സിനിമ കാണാൻ വന്നതാണ് സുഹൃത്തുക്കളെ. സിനിമ ഏതാന്ന് ചോദിക്കൂ. അയ്യോ, സിനിമ ഏതാന്ന് ചോദിക്കൂ. വളരെ നാച്ചുറൽ ആക്ടിങ് ആണ്. സിനിമ ഏതാന്ന് ചോദിക്കൂ. ഞാൻ ഒരു സൈഡിൽ കൂടെ ടും 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 ടും. ഓക്കെടാ, സിനിമ കണ്ടിട്ട് വരാം. സിനിമ കണ്ടിട്ട് വരാം. പിന്നെ എന്തെങ്കിലും വേണോ? വേണ്ട. അത് ഈ സ്പീഡിൽ നടന്നു കഴിഞ്ഞാൽ നമ്മൾ കുറേ സിനിമയ്ക്ക് എത്തും. കയറി കയറി കയറി. പിന്നെ കയറണ്ടേ? ഇയാൾ സിനിമ കാണാനാണോ അവനെ പുറത്തേക്കാനാണോ വന്നത്? കണ്ട കഥ സെൽഫിഷ് ആയിട്ട് തുറന്നിട്ടിട്ടൊക്കെ പോണു. ഞാൻ ഇങ്ങനെ നടന്നു വരും. ശബരിമല ശാസ്താവാണ്, ഹരിഹരസുതനാണ് സത്യം. ഇത് ചെയ്തവനെ ഞാൻ പൂട്ടും. മണിച്ചിത്ര പൂട്ടിട്ട് ഞാൻ പൂട്ടും. എടുക്കോ? നടക്കൂ? കൊടുത്തില്ലേ? ആദിയുടെ വകയാണ് കൈസ് എന്നത് ട്രീറ്റ്. ആദീനെ കോളേജിലെടുത്തതിൻ്റെ സന്തോഷത്തിന് ആദി എനിക്കെല്ലാം മേടിച്ചു തരുന്നു. யாரது யாரது யாரது? ഞാൻ ശങ്കരൻ തമ്പി. யோரி கதவை தர கதவை கதவை தர. നീ ആര്? நானா சண்டாளா? என்னையா யாருன்னு கேக்குற? நான் தான் நாகவல்லி. விட மாட்டேன். விட மாட்டேன். அப்ப நீ என்னை இங்கிருந்து எங்கேயும் போக விட மாட்டேன். உனக்கு எவ்வளவு தைரியம் இருந்தா இப்போ என் கண் முன்னாடி வந்து நிற்ப? இன்னைக்கு துர்காஷ்டமி. உன்னை நான் கொண்டு ஓ ரசத்தை குடிச்சு നാഗവല്ലി മനോന്മണി രാമനാഥൻ തേടും ബാലേ മാണിക്യവാസക മൊഴിക നൽകി ദേവി മാണിക്യവാസക മൊഴിക നൽകി ദേവി ഇളകോവണികൾ ശീലത്തു നൽകി. എന്റെ കരളിലെ തേന്മാവിൻ കൊമ്പ് അയ്യപ്പാ, കഴിഞ്ഞു ഗൈസ്. താങ്ക് യു. ഇപ്പം ഞാൻ കുടിക്കുന്ന ഇങ്ങനെ വീഡിയോ എടുക്കാതെ വേണ്ട. വേണ്ടേ? മടി വേണമെന്നറിഞ്ഞു. അത് ഞാനായിരുന്നു ഡയറക്ടറിങ് കുറച്ചുകൂടെ അടിപൊളിയാക്കാറുന്നില്ല. അത് അങ്ങനെ നിനക്ക് തോന്നിയില്ലേ? സത്യമല്ലേ? ഒരു മിനിറ്റ്, അതൊന്നും അല്ല കോമഡി സാധനം. ഞാൻ സംഭവം കാണിച്ചു തരാം. ഈ തിയേറ്ററിൽ ആരുമില്ല കേസ്, നമ്മൾ മാത്രമേ ഉള്ളൂ. എൻ്റെ പ്രൈവറ്റ് തിയേറ്ററാണ്. ഞാൻ സ്വന്തമായിട്ട് വാടകയ്ക്ക് എടുത്ത തിയേറ്ററാണ്. കമോൺ ലെറ്റ്സ് ഗോ.
10-20 പ്രാവശ്യം കണ്ട സിനിമ ആണെങ്കിൽ ഗുഡ് ഫീൽ. ഇവൻ 10-20, ഞാൻ 10-100 പ്രാവശ്യം കണ്ടിട്ടുണ്ട് മണിച്ചിത്രത്താഴ്. ഞാൻ മണിച്ചിത്രത്താഴ് അഡിക്റ്റ് ആണ് ഗൈസ്. വെയില് ഗൈസ്, നമ്മളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഡേ ഔട്ടിലെ ആദ്യത്തെ സാധനം കഴിഞ്ഞ ഗൈസ്. നമ്മള് ഭയങ്കര പട്ടി ഷോ ഇടുന്നത് ഞാൻ മറ്റേ അതിൻ്റെ ഒരു മെസ്സേജ്, ബാങ്ക് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ട്. അതായത് പൈസ ഇല്ലാത്ത അതുകൊണ്ട് പോവാ. എങ്ങോട്ട് നടക്കാം? നമുക്ക് പോവേണ്ടത് അങ്ങോട്ടാണ്. സൗത്ത് ഇസ് ദ ബെസ്റ്റ്. നമുക്ക് പോവേണ്ടത് അങ്ങോട്ടാണ്. എങ്ങോട്ട്? ഫോട്ടോ പിടിക്കാനാണെങ്കിൽ ഇവിടെ നിന്നാലും മതി. അപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ ആദ്യത്തെ, നമുക്ക് എന്തായാലും അതുവരെ നടക്കാം. ഫുട്പാത്ത് കിടക്കുമ്പോൾ ഞാൻ വഴി കൂടെ നടക്കണം. നമ്മുടെ ആദ്യത്തെ സാധനം കഴിഞ്ഞു ഗൈസ്. നമ്മൾ സിനിമയായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ എന്താണ് സ്പോട്ട്. നമ്മൾ മണിച്ചിത്രത്താഴ് കാണാൻ വേണ്ടിയിട്ട് വന്നു. ആൻഡ് ഇപ്പോൾ നമ്മൾ അടുത്തിനി കഴിക്കാൻ പോവാണ് ഗൈസ്. ഇപ്പോൾ ഉച്ചയായല്ലോ. എടാ മണി എത്രയാന്ന് നോക്കാതി? 1:50 PM. എടാ ഞാനേ എന്തിനാന്ന് പറയുക ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ചില സമയം. ഇംഗ്ലീഷ് ഞാൻ ഭയങ്കര മറ്റേ ബ്രിട്ടീഷുകാരനായിട്ടല്ല, ചില സമയത്തിന് എന്തിനാണെന്നറിയോ ഇംഗ്ലീഷ് പറയുന്നത്. എൻ്റെ ബാംഗ്ലൂരിലുള്ള ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് ശ്രീശാന്ത് വൈ ആർ യു ടേക്കിംഗ് യുവർ വീഡിയോസ് ഓൺലി ഇൻ മലയാളം ലാംഗ്വേജ്, ദെൻ ഹൗ ക്യാൻ വി അണ്ടർസ്റ്റാൻഡ് യുവർ ലാംഗ്വേജ്? അവർ പറയണത് ലൈക്ക് വി ആർ ദ മേജർ സബ്സ്ക്രൈബേഴ്സ് ഓഫ് യുവേഴ്സ്. പറഞ്ഞിട്ടൊന്ന് 10,000 പേരുണ്ടെന്ന്, ആകെ 75 പേരുമുണ്ട്. അപ്പോൾ എന്തോന്ന് വി ഓൾസോ വോണ്ട് ടു അണ്ടർസ്റ്റാൻഡ് യുവർ കോണ്ടന്റ് ആൻഡ് ഓൾ ജസ്റ്റ് സോ എന്തോന്ന് ജസ്റ്റ് ടോക്ക് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി എന്നാൽ ഓക്കെ ഐ ടോക്ക് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ സോ ഒഫീഷ്യലി ഗൈസ് ദിസ് വാസ് അവർ ബെസ്റ്റ് ഫ്രണ്ട്സ് ഡേ ഔട്ട്. എൻ്റെ ലൈഫിലെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ലൈഫിലേന്നൊക്കെ ഇനി അങ്ങോട്ട് ഉണ്ടാവണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? പകുതി വഴിക്ക് വഴക്കിട്ടിട്ട് പോവരുത്. എനിക്ക് എനിക്ക് 2 മാസം കൂടുമ്പോൾ വഴക്ക്. ഒന്ന് ഇടിക്കാണ്ട് നടക്കോ? ഞാൻ മഞ്ഞയെ കൂടെ നടക്കട്ടാ. അപ്പോൾ ഇറ്റ് വാസ് അവർ എന്താണ് best friends day out, and we were planning for 2-3 things, and the first thing was like we should watch a movie together, and it was the famous it was a famous Manichitrathazhu like in the Malayalam film industry, which is more than 30 years. 30. Okay, 30 years. Since 30 years. Exact 30 ആണോ? 1994. Exact 30. ഓക്കെ ഗൈസ്, നമ്മളിനി വണ്ടി കയറിയിട്ട് അടുത്ത വീഡിയോ എടുക്കാം. അയ്യോ ഇപ്പം ചത്തേനെ ചെറുക്ക്. ഓക്കേടാ ബൈ. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോവാണ് ഗൈസ്. കഴിക്കാനുള്ള വണ്ടി അല്ല, കഴിക്കാനുള്ള വണ്ടി അല്ല, കഴിക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് ഉള്ള വണ്ടി പിടിച്ചിട്ട് വണ്ടി കയറിയിട്ട് ബാക്കി കാണാം. കുമാർ കഫേയിൽ കണ്ണാടിയുണ്ട്, ഫോട്ടോ എടുക്കാം. ഓക്കെ, നമ്മൾ കഴിക്കാൻ പോവാണ് ഗൈസ്. കഴിച്ചിട്ടല്ല ഹോട്ടലിലെത്തിയിട്ട് കാണാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഞാൻ ഇങ്ങനെ ഓക്കെ എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ എന്ന് പറയണം. എന്തിന് പഠിപ്പിച്ചു കൊടുത്താലും പറയൂല, അസത്ത്. ആദ്യം നമ്മൾ ഇന്ന് പുറത്തിറങ്ങിയത് എന്തിനാണ്? ഇന്നത്തെ ദിവസത്തിന്റെ പേരെന്താണ്? നമ്മളിട്ട പേരെന്താണ്? ശരിക്കും കിഴപ്പൂത്ത പറ. ബെസ്റ്റ് ഫ്രണ്ട്സ് ഡേ. ബെസ്റ്റ് ഫ്രണ്ട്സ് ഡേ ഔട്ട്. അതാണ് നമ്മുടെ ടാഗ്, മറ്റേ സാധനം. എന്താ തമ്മിൽ ഇല്ലാത്ത അത് തിന്നാൻ പോവാണ്. ഇത്ര സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു ഫ്രണ്ട്സ് ഉള്ളവർ കമന്റ് ബില്ലോ. അയ്യോ എന്താ അത് നിന്നെ പിടിക്കാൻ തന്നെ ഇടയത്? പോലീസിന്റെ വണ്ടിയുടെ ശബ്ദമൊക്കെ. നീ എന്തോ കട്ടിട്ടുണ്ട്. എപ്പോഴേ ബാംഗ്ലൂർ തൊട്ടി പിടിച്ച് അതപ്പോഴേ തോന്നുന്നു. പോ, അത് ആംബുലൻസ് ആണ് പോകണം. ഓക്കെ ഗായ്സ്, അപ്പം നമ്മള് ഹോട്ടലിൽ എത്തിയിട്ട് കാണാം. മൂവി റിവ്യൂ ആയിരുന്നു. പറയൂ സ്റ്റോറിടാ. നമ്മൾ നല്ലൊരു മൂവിയെ കണ്ട് പേഴ്സണൽ ഫേവറേറ്റിൽ വരുന്ന ഇൻക്ലൂഡ് ആവുന്ന ഒരു മൂവി തന്നെയാണ്. ഓക്കെ, ഭയങ്കര നന്നായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് അതിന്റെ മ്യൂസിക്കും സംഭവമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഓവറോൾ ഗുഡ്. നാഗവല്ലിനെ ഇഷ്ടമല്ലേ? ആര്? നാഗവല്ലിനെ. ശോഭനയുടെ ഇഷ്ടം. എനിക്ക് നാഗവല്ലിനാണ് ഇഷ്ടം. നല്ല നാഗവല്ലി ക്രഷ് തിയേറ്റർ ആയിരുന്നു. ആരും ഇല്ല. ആരില്ലാത്തോണ്ട്. അത് കോമഡി സാധനമായിരുന്നു.
ഇവൻ പിന്നെ ഷൂട്ട് ചെയ്തോണ്ട് എല്ലാം ഫോണിൽ കൂടെ കണ്ടു. ഞാൻ 150 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഫോണിൽ കൂടെ മണിച്ചിർത്താൻ മൊത്തം കണ്ടു. എല്ലാം ചില്ലായിരുന്നു ഭയങ്കര. അതെ അവിടെ നിന്ന് സൈഡിൽ ഇരുന്ന് മറ്റേ KPSC വരുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കും. ഓക്കെ ഗൈസ്, നമ്മൾ ഹോട്ടലെത്തിയിട്ട് കാണാം. ഗൈസ്, ആ കാണുന്ന വെള്ള ബിൽഡിംഗ് ആണ് ഗൈസ് കുമാർ കഫേ. അവിടെയാണ് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത്. എത്ര എഴുതി വെച്ചാൽ നമുക്ക് ഈ ഡോർ കാണുമ്പോൾ പുഷാണോ ഫുള്ളാണോ ഡൗട്ട് വരും. കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. തുടയ്ക്കാൻ ആൾ വേണം. ഇവിടുന്ന് കൈയെടുത്തില്ലേ നമ്മളെ കയ്യിലൊക്കെ തുടച്ച് തരും. ക്യാമറ ഇവിടെ എനിക്ക് എപ്പോഴും പറ്റാറുണ്ട്. ഞാൻ ആൾക്കാർ വിചാരിക്കും ഞാൻ ഫോൺ കണ്ടെന്നാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കുന്നത് ഇപ്പം ഞാൻ നോക്കുന്ന സ്ക്രീനിലുള്ള എന്നെയാണ്. ഞാൻ എന്നിട്ട് പറയണത് സ്ക്രീനിലുണ്ട്, പക്ഷേ ശരിക്കും ഞാൻ നോക്കേണ്ടത് ഇവിടെയാണ്. ആദ്യം ചിക്കൻ ബിരിയാണി തട്ടുവാണ് ഗൈസ്. ആദ്യക്കല്ല എനിക്ക് പ്ലേറ്റ് അതുണ്ട്. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് വില വേണം. കഴിച്ചു കഴിഞ്ഞ് ഗൈസ്. അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ് ഗൈസ്. അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് എന്തോന്ന് അല്ല, വീഡിയോയിൽ കാണുമ്പോൾ വലിയ പ്രശ്നം തോന്നുന്നു. അങ്ങനെ ഇവൻ്റെ മുടി നോക്കുന്നത്. ആദിയുടെ മുടിക്ക് കുഴപ്പമുണ്ടോ? കമൻറ്റ് ബില്ലോ. ഓക്കെ, കമോൺ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സ്പോട്ടായ എന്തോ ബാങ്കാണ്, എന്തോ കമ്പനി ബാങ്ക് ഏത് ബാങ്ക്, സോറി, SBIയിൽ നമ്മൾ പോവാണ് ഗൈസ്. ആദിക്ക് കുറച്ച് കടമൊക്കെ ഉണ്ട്, അതൊക്കെ വീട്ടിട്ട് വരാം. ഓക്കെ, അപ്പോൾ ബാങ്കിൽ എത്തിയിട്ട് കാണാം സുഹൃത്തുക്കൾ. ഗൈസ്, ആരോ എന്നൊക്കെ വിളിക്കുന്നു. വീണ്ടും ആദ്യം ഓട്ടോ പിടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്കിളെ പോവോ? അങ്കിളെ ഈ സ്പോട്ട് പോവോ? ഓക്കെ, അങ്കിൾ കൊണ്ടുപോകാന്ന് പറഞ്ഞു. കമോൺ ഗൈസ്, ഇപ്രാവശ്യം ഞാൻ ആദ്യം കയറാം. എൻ്റെ ബ്ലോഗിൽ മൊത്തം ഓട്ടോ കയറുന്ന കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ നേരത്തെ ഓട്ടോ കയറി ഇപ്പോൾ വീഡിയോ എടുത്ത്. ഗൈസ്, നമ്മൾ ബസ് കയറാൻ വേണ്ടി പോവാണ് ഗൈസ്. കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഇപ്പോൾ ഞാൻ കണ്ണാടി വെച്ച് പട്ടിഷോ കാണിക്കുന്നത്. അപ്പോൾ എന്ത് മനസ്സിലാക്കണതിൽ നിന്ന് എനിക്ക് പട്ടിഷോ ഉണ്ട്. നമ്മൾ കണ്ണാടി ഉള്ളപ്പോഴല്ലേ പട്ടിഷോ കാണിക്കാൻ പറ്റും. കണ്ണാടി ഇല്ലാത്തപ്പോൾ കണ്ണാടിയുടെ പട്ടിഷോ കാണിക്കാൻ പറ്റില്ലല്ലോ. ഏത് വളരെ അധികം നേരത്തെ ചാനൽ കണ്ണാടി വെച്ചോണ്ട് നടക്കണുണ്ട്. കണ്ണാടി വെക്കുന്നവർക്ക് അത് മനസ്സിലാവും. അതെ, ജസ്റ്റിസ് ഫോർ കണ്ണാടി വെക്കുന്ന ഗൈസ്. നമ്മളിപ്പോൾ ബസ് കയറാൻ പോവാണ് ഗൈസ്. അപ്പോൾ ആദ്യം എന്ത് ചടപ്പിത്. ബസ്സിൽ കയറിയിട്ട് ഞങ്ങളുടെ മോത ഞങ്ങൾ കാണിക്കും ഗൈസ്. കാരണം ഇപ്പോൾ റോഡിൽ നിന്ന് നടക്കായതുകൊണ്ട് ഇങ്ങനെ പോവാം. അതായത് ത്രിലോകനാഥൻ എന്ന് പറയുന്നതാണ്. നമ്മൾ ബസ് കയറുന്നു ഗൈസ്. ഞാൻ മറ്റേ ബസ് കയറുന്നു, ഓട്ടോ കയറുന്നൊക്കെ എടുത്തിട്ട് പോകും. നമ്മൾ ബസ് കയറി ഗൈസ്. നമ്മൾ ബാങ്കിൽ പോവാണ്. എന്തെങ്കിലും പറ. ഗുഡ്. എൻ്റെ മഴ പറയാനില്ല, മലയാളത്തിൽ പറഞ്ഞാൽ മതി. നമ്മൾ ബസ് കയറി നമ്മളിനി ബാങ്കിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പ്ലാൻസ് ഉടനെ പറയുന്നത്. ഞാൻ വളരെ എസ്തറ്റിക്കലി എടുക്കണമെന്ന് വിചാരിച്ചൊരു സാധനമാണ് ഈ സാധനം. അതിപ്പോൾ ഒരുമാതിരി മറ്റേ തീർത്ഥാടനത്തിലൊക്കെ പോകണമെങ്കിൽ നമ്മൾ ബസ് കയറി, നമ്മൾ ഓട്ടോ കയറി, എന്തരുത്. വാട്ട് ഡു യു മീൻ ബൈ എസ്തെറ്റിക്സ്? എസ്തെറ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ ആക്കുമ്പോഴത്തേന് അടുത്തതൊക്കെ വരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്നാപ്പ് ട്രാൻസാക്ഷൻസ് ഒക്കെ ഒത്തിരി കുത്തിക്കയറ്റി ചെയ്യത്തില്ലേ. അത് സ്നേഹിക്ക് മാത്രമേ പറ്റുന്നുള്ളൂ, എനിക്കൊരു കഴിവില്ല. ഞാൻ വല്ലാണ്ട് സ്റ്റേഷനെ ആർക്കെങ്കിലും മിസ് ചെയ്യുന്നു. യു ഷുഡ്. ഓക്കെ, ബൈ. ഞാനും അവരെ സ്മരിക്കുന്നു. ഇനി ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് കാണാടാ. നമ്മൾ ഭയങ്കര റൂൾസ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. സീബ്ര ക്രോസിങ്ങിലൂടെയൊക്കെ നടക്കുള്ളൂ. ഇപ്പൊ ചന്തയിലായിരുന്നുള്ള വണ്ടിയൊക്കെ നമ്മൾ ഇടിക്കാൻ പറ്റും. മോഹൻ നോക്കാനാണോ? ഞാൻ നിനക്ക് എന്തോ പറയാനുണ്ടെന്ന്. നമ്മൾ ബാങ്ക് എത്തി ഗൈസ്. ബാങ്കിൽ കയറിയിട്ട് ഇറങ്ങിയിട്ട് കാണാം. നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ഡേ ഔട്ട് എന്ന് പറഞ്ഞിട്ട് മൊത്തം മറ്റേ വീട്ടിൽ നിന്ന് എന്തോ പാല് വാങ്ങിക്കാൻ വിട്ട്, കരമടയ്ക്കാൻ വിട്ട്, അങ്ങനെയൊക്കെ. ഓക്കെ, വ്ളോഗ് ചെയ്യില്ല. ഫോട്ടോ വീഡിയോ ഓക്കെ,
ഞാൻ ഇവിടെ ഇരിക്കാവേ. ആയിരിക്കുന്നതാണ് ആദ്യം. ബാങ്കിൽ ആവശ്യമൊക്കെ കഴിഞ്ഞല്ലോ. കഴിഞ്ഞു, എല്ലാം സെറ്റാണ്. ഇനി ഒഫീഷ്യൽ സാധനങ്ങളൊന്നും ഇല്ലല്ലോ. ഇനി നമ്മൾ വീണ്ടും ചില്ലിങ്ങിലേക്ക്. അത് കമോൺ സ്റ്റെപ്പ് ഡൗൺ. ആദ്യം നമ്മളിങ്ങനെ എവിടെയാണ് പോകുന്നത്? സ്റ്റുഡിയോ. എന്തിന്? എനിക്ക് ഡ്രസ്സ് എടുക്കാൻ. അപ്പം എനിക്കെന്താ ഇതിനാണ് ആട്ടും തുപ്പും എന്ന് പറയുന്നത് ഗൈസ്. അങ്ങനെയൊന്നുമില്ല, അതിന് ഓൾറെഡി എല്ലാം ഉണ്ട്. എന്തൊരു അയ്യ എന്തൊരു റിച്ചാണ്. എന്ത് ചെയ്യാൻ. വാങ്ങിച്ചു കൊടുക്കണ്ട. അതെ അതെ അതെ. ഞങ്ങളുടെ താല്പര്യം നമുക്ക് ഇനി ബസ് കയറാം. അപ്പോൾ ഇത് സത്യം പറയട്ടെ, ഈ വ്ളോഗ് മൊത്തം ഓട്ടോ കയറ്റം, ബസ് കയറ്റം, പീറ്റി, ഇത് മാത്രമേ ഉള്ളൂ. എടുത്തത് ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് ഡേ ഔട്ട്. റോഡിൽ നടക്കാനും വണ്ടി കയറാനും ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് ഡേ ഔട്ട്. ക്രോസ് ചെയ്യണം. അല്ല, അപ്പുറത്ത് പോയിട്ടാണ്. ഇവിടെ സീബ്ര ക്രോസിംഗ് ഉണ്ടല്ലേ. ഓക്കെ, വേസ്റ്റിംഗ് ടൈം. ഇനി ബസ് കയറാം. അല്ല, ഇവിടെ പോലെ നടക്കണം. അത് വേറെ ബാക്കി ബസ് കയറിയിട്ട് എടുക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി ഗൈസ്. ഷിഫ്റ്റിന്റെ കൂടെ ബസ്സിൽ കയറാൻ യോഗമുള്ളൂ. നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ആദ്യം സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ, അതായത് ഞാനും ആദ്യം സ്കൂളിലായിരുന്ന സമയത്ത്, ആദ്യം പൊതുവെ അറിയപ്പെടുന്ന ഒരു പഠിപ്പിയാണ്. അതായത് ആദ്യയുടെ അടുത്ത് ചോദിച്ചാൽ മതി ബുക്ക് വേണമെങ്കിൽ, ആദ്യയുടെ അടുത്ത് ചോദിച്ചാൽ മതി ഇരിക്കണമെങ്കിൽ നിൽക്കണമെങ്കിൽ എല്ലാത്തിനും ആദ്യം തന്നെ. അങ്ങ് വെച്ചാൽ ഇങ്ങ് വെച്ചാൽ എല്ലാത്തിനും ആദ്യം. ഞാനെന്ന് പറഞ്ഞാൽ ആവറേജ് എടുക്കും. അതായത് ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരുമിച്ച് പൊട്ടിക്കൊണ്ടിരുന്ന കാലം, അന്നുള്ള കാലം. പിന്നെ പ്ലസ് ടു ഒക്കെ പൊട്ടി നടന്നു ബഹളം ഈ വണ്ടി. നമ്മൾക്കാണ് ബഹളം. അപ്പം ആദ്യം അന്തക്കാലത്ത് ഭയങ്കര പഠിപ്പായിരുന്നു. ഞാൻ അന്തക്കാലത്തിൽ ഒരു ആവറേജ് സ്റ്റുഡൻ്റാണ്. ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് എല്ലാവരും ഒരുമിച്ചാണ് പൊട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവൻ ഭയങ്കര മാർക്കും ബഹളമൊക്കെയാണ്. മറ്റേ ഒരു മാർക്ക് കുറഞ്ഞതിനൊക്കെ വഴക്കുണ്ടാക്കൂല, അങ്ങനത്തെ ടൈപ്പാണ് ഈ ചെറുക്കൻ. മിണ്ടരുത്, ഞാൻ പറഞ്ഞു തരണം, അവരെ വാവർക്കരുത്. അങ്ങനെ ഇരുന്നപ്പോൾ ഉണ്ട് നമ്മുടെ പീരിയോഡിക് ടെസ്റ്റ് വന്നു. എക്സാമിന് ടെസ്റ്റ് പേപ്പർ അല്ല അത്, ശരി, പീരിയോഡിക് ടെസ്റ്റാണ്. അതിന് 25 മാർക്കിനുള്ള പീരിയോഡിക് ടെസ്റ്റ്. അപ്പോൾ നമുക്ക് യൂണിറ്റ് ടെസ്റ്റ് എന്നൊക്കെ പറയാനും. ഫിസിക്സിൻ്റെ ഫിസിക്സും എന്തിനു മോഹം പറയണം. ഫിസിക്സ് നമ്മൾ ബയോമാക്സ് ആണല്ലോ. അപ്പോൾ ഫിസിക്സ്, ബയോളജി, മാത്സ്, ഇംഗ്ലീഷ്, കെമിസ്ട്രി, ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ സബ്ജക്ട്സ്. പിന്നെ എന്തുണ്ട് 5 എന്തോ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ മാർക്ക് ഷീറ്റ് കിട്ടി. എനിക്ക് 9, അതായത് 25-ന് 9 മാർക്ക്. അപ്പം ഞാൻ ജയിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഭയങ്കര പഠിപ്പിച്ചൊന്നുമില്ല. ഒരാൾക്ക് കിട്ടിയ മാർക്ക് നിങ്ങൾ ശരിക്കും വിക്ടറി ആണെന്ന്. അല്ല, 2 മാർക്ക്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് വരെ ജോർജ് കുട്ടീനെ തിരിഞ്ഞു നോക്കൂല, ആ കോട്ട് സീനില്ല, അതുപോലെ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ച് തിരിഞ്ഞില്ല. ആദ്യം നിനക്ക് 2 മാർക്കോ? അപ്പോൾ ഇങ്ങനെ ആദ്യം സൈഡിൽ നിന്ന് മോങ്ങിക്കൊണ്ടിരുന്നത്. പിന്നെ ഞാൻ പോയി ആശ്വസിപ്പിച്ചു. ആദ്യം എനിക്ക് 0 കിട്ടാറുണ്ട്. അപ്പോൾ എനിക്ക് 2 കിട്ടുള്ളൂ, വിഷമിക്കണ്ട. ആദ്യം അവസാനം കൗൺസിലറിൻ്റെ അടുത്തൊക്കെ പോയിരുന്ന് സംസാരിച്ച് ആദ്യയുടെ മെൻ്റൽ സ്റ്റെബിലിറ്റീനെ ശരിയാക്കിയെടുത്ത്. കാരണം ആദ്യം അങ്ങ് ഡിവസ്റ്റേറ്റഡ് ആയിപ്പോയി. ഭയങ്കര ഒരുമാതിരി ഇനി ജീവിതമില്ല. അല്ലെ പിന്നെ അങ്ങോട്ട് എല്ലാം പൊട്ടിയോണ്ട് കുഴപ്പമില്ല. ആ ജീവിതം അങ്ങ് മാറിപ്പോയതുപോലെ ആദ്യം അങ്ങ് സ്റ്റക്കായിപ്പോയി ഗൈസ്. പിന്നെ ആദ്യനെ നമ്മൾ തളമൊക്കെ വെച്ച് ഷോക്കൊക്കെ അടിപ്പിച്ചാണ് ഇത്രയും ശരിയാക്കി എടുത്തത്. എന്ത് പറയാം. അങ്ങനെ എന്നിട്ട് അപ്പം നമ്മൾ വിചാരിച്ച സ്കൂൾ ജീവിതത്തിൽ ആദ്യയുടെ ഈ തോൽവികളൊക്കെ തീർന്നിട്ട് എപ്പോഴെങ്കിലുമൊക്കെ ജയിക്കുമെന്ന്. പിന്നെ അങ്ങോട്ട് കോളേജ് ഇല്ലാത്ത ആദ്യമായി. ഒരു കോളേജിലും ആദ്യം എടുക്കണില്ല. അതെന്തെന്ന് എനിക്കറിഞ്ഞൂടാ. അവിടെ പോയി പൈസ വരെ കൊടുക്കാന്നുണ്ട്, ആരും എടുത്തില്ല. അവസാനം ഇപ്പം ആദ്യക്ക് കോളേജായി ഗൈസ്. എല്ലാവരും കൈയടിക്കും. അങ്ങനെ അതിന് ഇപ്പോൾ കോളേജ് എടുത്തു. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിനുള്ള ഒരു യാത്രക്ക് ഇവിടെയാണ് ഇന്ന് നമ്മളിപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഇല്ല, അവനെ മാത്രം പറഞ്ഞിട്ട് എനിക്കും കിട്ടിയിട്ടുണ്ട്. എനിക്ക് 0 കിട്ടിയിട്ടുണ്ട് കെമിസ്ട്രിക്കൊക്കെ. അപ്പം ഞാൻ ചോദിച്ചു, ഇവർ ഈ വെറും പേപ്പർ തരണേ ഒരു 2 പൂവും ചന്ദനമൊക്കെ വെച്ച് തന്നിരുന്നെങ്കിൽ തുഴയെങ്കിലും ചെയ്യാമായിരുന്നു. ഒരുമാതിരി എന്തോന്നു ഒരു മാർക്ക് കൂടാതെയൊക്കെ തന്നെ എനിക്കങ്ങനെ സങ്കടമാണ്. അവസരം ഞാൻ എന്തെന്ന് അറിയാം, ഞാൻ പോയിരുന്നൊരു ഗ്രാഫ് വരച്ച് ഞാൻ പറഞ്ഞു, മിസ് കണ്ടില്ല, ഞാൻ നേരത്തെ വരച്ചെന്ന് പറഞ്ഞാൽ 1 മാർക്ക് വാങ്ങിച്ചു. I don't care. Who cares? Who cares, Adi? Who cares? ഇനി നമ്മൾ സ്റ്റുഡിയോയിലാണ് ഗൈസ് പോകുന്നത്. നിന്റെ തുണി മണി എടുക്കാൻ. ഞാൻ എടുക്കുന്ന പബ്ലിക് ആക്കുമല്ലോ.
ഓക്കെ ബൈ. കുറച്ച് മോഡൽ ഓക്കെ ബൈ ഗായ്സ്. ഓക്കെ ബൈ. ഈ പ്രൈവറ്റ് എന്നൊക്കെ ചുമ്മാ. ഓക്കേടാ ബൈ. ഇനി ഇവിടെ നോക്കി ക്യാമറ കണ്ണുകളിൽ നോക്കൂ. ബൈ. നമ്മൾ സ്റ്റുഡിയോ എത്തിയിട്ടേ വരുവുള്ളൂ. ഓക്കെ, അതുവരെ കാത്തിരിക്കും നമുക്ക് വേണ്ടി. സന്തോഷം, സമാധാനം, സംതൃപ്തി. എനിക്കിനി ബാക്കി പ്രാസോപ്പിക്കാറിഞ്ഞോടാ ഞാൻ പോണ്. ശരി എന്നാ ചാച്ച. നമ്മുടെ യാത്ര തുടരുകയാണ് ഗൈസ്. ഇതുവരെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തിയില്ല, ബിക്കോസ് ബസ് ഭയങ്കര സ്ലോയിലാണ് പോകുന്നത്. അടുത്ത സ്റ്റോപ്പ് ആണ്. എത്തിയാ ആദ്യയുടെ ഏതോ വേറൊരു ഫ്രണ്ടിനെ കണ്ടു. ആദ്യക്ക് കുറച്ച് ഗെറ്റപ്പ് ആവണമെന്ന് പറഞ്ഞു സ്റ്റുഡിയോയിൽ കയറുന്നതിന് മുമ്പ്. നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി, ഞാൻ അതും വ്ളോഗാക്കാം. എനിക്ക് കണ്ടന്റ് എല്ലാം കണ്ടന്റാണ് ഗൈസ്. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് കയറി പോയതിനായിട്ട് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ഇവനെ കൊണ്ട് പോവാണ്, എന്താവോ ഞങ്ങൾ ബസ് ഇറങ്ങിയിട്ട് സ്റ്റുഡിയോയിലോട്ട് നടക്കുവാണ് ഗായ്സ്. നിന്നെ ഇറക്കി വിടും അവിടെ കയറുന്നു. എന്നെ ഇന്ന് ഇറക്കിയുണ്ട്. എന്നെ കണ്ടാലും ഒരു റിച്ച് ലുക്ക് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അയ്യപ്പാ എൻ്റെ പൊന്നെ, ഇവിടെയൊക്കെ പട്ടി ഞാൻ പിന്നെ എടുക്കുക. ഇനി ബാക്കി വീഡിയോ പട്ടിയുടെ ഇടയിൽ കൂടെ നടക്കുന്ന കുറച്ച് ടാസ്ക്കാണ്. പിന്നെ എന്തിനാണ് ഈ വളം വെക്കണം? അവരിങ്ങനെ വെറുതെ വിചാരിക്കും നമ്മളിങ്ങനെ എടുക്കാൻ വന്നു. ഒന്നും മിണ്ടാതെ നടന്നു വരും. രണ്ട് തുണി എടുക്കാൻ പറഞ്ഞാൽ പോകാം. ശ്രുതി, നമ്മൾ ശ്രുതിനെ കണ്ടുമുട്ടി ഗൈസ്. അതെ അതെ അതെ, ഞാൻ ഇവന്റെ കൂട്ടത്തിൽ വന്നേ. അവൾ അവിടെ ഡ്രസ്സൊക്കെ എടുത്ത് ഇപ്പൊ ഞാൻ വന്ന് കയറിയപ്പോ നീ അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. അങ്ങനെ വന്നത്. ഓക്കെ ഓക്കെ ഗൈസ്, ഓക്കെ ഓക്കെ ബൈ. ശരി ചേട്ടാ. ഞാനിങ്ങനെ വന്ന് കയറിയ സമയത്ത് നീ കേക്ക് വന്ന് കയറിയ സമയത്ത് ശ്രുതി ഇങ്ങനെ അവിടെ നിൽക്കുക. ഓ ഞാൻ നിന്ന് പറയാം. ശ്രുതി കണ്ണാട് എത്തിപ്പാ. ശ്രുതി അവിടെ നിന്നിട്ട് അവള് കിളി പോയത് കണക്ക് നിന്നിട്ട് ഡ്രസ്സിന്റെ വില എത്രയാന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ എനിക്ക് ഇവളെന്നെ കണ്ടില്ല ശരിക്കും, അതാണ് കാര്യം. ലേറ്റ് റിപ്ലൈ ആദിയുടെ. ഓക്കെ ഗൈസ്, ആദിക്കുള്ള അണ്ടർവെയർ വാങ്ങിച്ചിട്ട് ഞാൻ വരാം. എൻ്റെ എന്നെ കൊണ്ട് ചുമപ്പിക്കാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട്. സഞ്ചിയൊക്കെ എൻ്റെ തുറന്നിട്ട് താ പോയി. എന്ത് ടൈപ്പ് പാൻറ്റാണ് ഇഷ്ടം? ബേസിക്കലി കാർഗോ. നിന്റെ സൈസ് എത്ര? 38 ആണോ? 38 കാർഗോ കിട്ടുമോ? 36 വരെയല്ലേ കാർഗോ കിട്ടുമോ എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം അയ്യോ അങ്ങനെയല്ല, ആദിക്ക് നാണം. ആദി കമ്മ കമ്മെന്ന് ഇതറാവോ? ഇപ്പുറത്തെ ഇടത്തെ സൈഡിൽ ആദിക്ക് 2 ടൈപ്പ് ഓഫ് പാൻറ് നമ്മളിപ്പോൾ എടുത്തു. ഒന്ന് കാർഗോസും ഒന്ന് ബാഗിയും. അടുത്ത ഷർട്ട് എടുക്കാൻ പോവാം. ട്രയൽ ചെയ്യണം ആദ്യം. ഇട്ടിട്ട് വെളി വരണേ. ഞാൻ എൻ്റെ മൊത്തം ഔട്ട്ഫിറ്റ് കാണിക്കാൻ മറന്നുപോയി. ഇതാണ് ഞാൻ. ആദ്യം ട്രയലിന് പോയി. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഈ പാൻറ് ശരിക്കും സൂഡിയോ ആണ്. ഹലോ. ആദ്യം വന്ന ഗൈസ്. ഓക്കെ ആണോ? ഇഷ്ടമായോ? ഓക്കെ ഓക്കെ. ഷർട്ടല്ലേ? ഷർട്ട് ഈ സൈഡാ? ഷർട്ടല്ല, ഒരു സംഭവം. ഓക്കെ ഓക്കെ പോ. എന്തോ ഒരു സംഭവം നോക്കാം എന്ന് പറഞ്ഞ് എന്നതാ വിളിച്ചോണ്ട് വന്നു. എന്തുവാ ഇതെടുക്കുന്നതിലെന്താണ് അഭിപ്രായം? ടീഷർട്ട്സോ സ്വെറ്റ് ഷർട്ട് പോലത്തതോ? നിൻ്റെ ഇഷ്ടം. നിനക്ക് ഏതാണ് ഇല്ലാത്തത് അതെടുക്ക്. ചുമ്മാ ഉള്ളതൊക്കെ എടുത്തിട്ട് കാര്യമില്ല. പിന്നെ ഈ പടത്തിലുള്ള ചേട്ടനെ ഒന്നും കണ്ടെടുക്കരുത്, അവരിട്ടാലേ കൊള്ളാവുള്ളൂ. അല്ല, ആ പടത്തിലുള്ള ചേട്ടൻ്റെ ഒന്നും കണ്ടിട്ട് എടുക്കരുത്, അതൊക്കെ അവരിട്ടാലേ കൊള്ളാവുള്ളൂ. നമ്മളിട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിരിക്കും. സംഭവം ഏത്? ഞാൻ വെച്ച് പോസ് ചെയ്യാൻ വന്നോണം. ശശിയായി കേസ്. ഞാൻ അയ്യ താഴെയാണോ ഷർട്ട് വെച്ച് നോക്കുന്നത്? പൊട്ടം തന്നെ. എൻ്റെ കൂടെ വന്ന് എന്നെ വേണം പറയാം. ഇത് എന്തൊക്കെ കയ്യിലെടുത്തിട്ട് എൻ്റെ നോട്ടം പോകുന്നത് ഇങ്ങോട്ടാണ്.
എന്നാണ് പറയുന്നത്. പട്ടിയുടെ പാല് 12 കൊല്ലിട്ടാലും 12 കുഴലിട്ടല്ല, 12 കൊല്ലം കുഴലിട്ടാലും നൂരൂല. 12 കുഴൽ അതെന്തിനാ ഒരു പാലിന് 12 കുഴൽ? ആ ഒരു വെള്ളയും കറുപ്പും സബർജിലിയൊക്കെ ഉള്ളത്. ബ്ലാക്ക് അല്ലടാ അതേ ഇത്. ഈ ഒരുപാട് പ്രിന്റ്. ആ അത് തന്നെ. നിനക്ക് ഇങ്ങനത്തെ ഒന്നും ഇഷ്ടപ്പെടില്ലല്ലേ? ഇഷ്ടപ്പെടും. ഞാൻ ഇടാറുണ്ട് ഒരു ബ്ലൂ ഇട്ടിട്ടുണ്ട്. ആണോ? ഇങ്ങനത്തതോ? ഒരു വാഴ അല്ല വാഴയോ? ഇതൊക്കെ ഷീഷർട്ടാ. മറ്റേ ഷീറില്ലേ മറ്റേ ഓട്ടയൊക്കെ ഉള്ളത്. ഏതാണെന്ന് വെച്ചാൽ എടുക്ക്. ഇഷ്ടപ്പെട്ട ഏതെന്ന് വെച്ചാൽ എടുക്ക്. ആദ്യം പൊന്നാദ്യം കറുപ്പ് എടുക്കുക. നിനക്ക് കുറേ കറുപ്പുണ്ട്. നീ ആര്? ഇലുമിനാറ്റിയ എന്തോന്ന്? കണ്ണിലോട്ട് കണക്ക് ഭയങ്കരം തന്നെ. രണ്ടു ഉടുപ്പ് എടുത്ത് ഗൈസ്. നോക്കൂ ഗൈസ്, അതിനതൊന്നും പോരാ. ഇനിയും വേണം. അഹങ്കാരമേ, പൈസയുടെ അഹങ്കാരം. പോയോ? വീണ്ടും നമ്മൾ കണ്ടുമുട്ടി ഗൈസ്. വന്നാ അച്ഛൻ വന്നാ? ഓക്കെ ഓക്കെ, ടാറ്റാ. കമന്റ് ബിലോ. എന്റെ മുന്നിൽ ഇത് മറ്റേ മുറ്റ് സാധനം യൂട്യൂബിന് വേണ്ടി ജനിച്ചതെന്നൊക്കെ എല്ലാവരും. ടാറ്റാ. എടുത്തത് ഇപ്പൊ ഒന്ന് കാണിക്കോ? ഇത് കൊള്ളാം. പക്ഷെ ഞാൻ പറയട്ടെ, ആ വെള്ളയും ഇത് വെച്ച് നോക്കുമ്പോഴത്തേനും ആ വെള്ള കൊള്ളാന്ന് കേട്ടോ. അല്ല, ഒറ്റ കളറാ അത്. ചെല്ലിപ്പോ ഇത് തന്നെയാണ് എടുത്തേ. വേറെ എടുക്കുന്നുണ്ടോ? ആ നോക്ക് നോക്ക് നോക്ക്. നിക്കറാം, പോ അങ്ങോട്ട്. ഇതൊന്നും എടുക്കല്ല. ഇത് ഭയങ്കര കോമൺ ആണ്. എല്ലാവരും ഇപ്പൊ ഇതിട്ടുണ്ട്. നീ റോഡിൽ ഇറങ്ങുമ്പോൾ ഒരു 5 പേര് ഇതിട്ടുകൊണ്ടിരിക്കുന്ന കാണാം. കറുപ്പ് കാണുമ്പോൾ നിനക്ക് തൊല വരും, എനിക്കറിയാതെ. കറുപ്പ് ഭ്രാന്താണ്. ഇത് കൊള്ളാട്ടോ. മത്സ്യകന്യകനെ പോലെ ഇരിക്കും ഇടുമ്പോ. എന്താ ചെലതി വല്ല പിടിച്ചോണ്ടി. സത്യം കേട്ടോ, അത് അവൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. അവനെയും കൊണ്ട് വന്ന് എന്നെ വേണം പറയാൻ. ഇങ്ങനത്തെ സാധനം കിട്ടി. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുവാണ് ഗൈസ്. ലിറ്ററലി എത്ര നേരം എന്നറിയാമോ എടുത്ത വീട്ടെണ്ടി? എത്ര നേരം എടുത്തു? നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് വന്നതാണ് ഇവിടെ. മണി 4:30 ഹലോ, 1 മണിക്കൂർ. 1 മണിക്കൂർ 4 ഉടുപ്പ് എടുക്കാൻ. ഓക്കെ, ബൈ സൂഡിയോ. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ വഴിയോരത്ത് നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. എന്നെക്കുറിച്ച് ഇഷ്ടമുള്ളൊരു കാര്യം പറ. ലൈക്ക് ശ്രീശാന്തിൻ്റെ ഈ കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ ലുക്ക് അപ്പ് ഓൺ ദാറ്റ്. അങ്ങനെ ഒരു സാധനം. അങ്ങനെ വെച്ചാൽ ഒത്തിരി വാല്യൂ തരുന്ന കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ ഒരുപാട് വാല്യൂ കൊടുക്കുന്നു. എന്ന് വെച്ചാൽ അങ്ങനെ എന്താ പറയുക, 2 മിനിറ്റ് ആലോചിച്ചിട്ട് പറയാം. നീ 2 മിനിറ്റ് എടുക്കുമ്പോൾ എന്ത് വിചാരിക്കുന്നറിയാമോ? ഇപ്പം ഞാൻ ഈ വീഡിയോ കൂടെ നിർത്തിയെന്ന് വിചാരിച്ചോ? ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് നിനക്കൊന്ന് പറഞ്ഞു തരും, എടാ ഇങ്ങനെയൊക്കെ പറയണം, എന്നിട്ട് ഞാൻ നിനക്ക് വന്ന് പറഞ്ഞു തന്നതുപോലെ ഇരിക്കും. അങ്ങനെയല്ല, ഞാൻ 2 മിനിറ്റ് ഫോൺ വെച്ചു. ഓക്കെ, ഞാൻ ആ സമയം കൊണ്ട് ഇവൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പോഴത്തേനും നിൻ്റെ കാര്യം ആലോചിക്കും. ഓക്കെ, ആദി എന്ന് പറയുന്നത്, അതായത് ഈ വ്യക്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഭയങ്കര പാവമാണ് എന്ന് പറഞ്ഞാൽ. ഞാൻ ചിരിയായിരുന്നു. ഞാൻ പറയണൊക്കെ കേൾക്കും. ഭയങ്കര അനുസരണയാണ്. എന്താണ് ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കും. ആ പോയത് എന്താണെന്നറിയോ? നീ കണ്ടോ? അവർ മുഹമ്മർത്തോണ്ട ഒരു കപ്പിൾസ് ആയിരുന്നു. ഓക്കെ, നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. വരൂ. അപ്പോൾ എന്താണ്, സോറി, ഒരു ആക്സിഡൻറ്റ് ഇപ്പോൾ ഉണ്ടായതിന്. ആദ്യം ഭയങ്കര പാവമാണ്. എനിക്ക് ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഞാൻ എന്ത് പറഞ്ഞാലും അനുസരിക്കും. എനിക്ക് പൊതുവേ ഞാൻ പറയുന്ന കേൾക്കുന്നവരെ ഭയങ്കര ഇഷ്ടമാണ്. മനസ്സിലായോ? അപ്പോൾ എൻ്റെ കുഴപ്പമാണ് അതാണ്. അവൻ ഭയങ്കര പാവമാണ്. ലൈക്ക് ഹീസ് റെഡി ഫോർ എനിത്തിങ് എന്നല്ല. അയ്യോ അങ്ങനെയല്ല. ലൈക്ക് ഹീ ഈസ് ഓൾവേസ് റെഡി. ആരെന്ത് പറഞ്ഞാലും അനുസരിക്കാം. അങ്ങനത്തെ ഒരു പാവം കൊച്ചാണ്. ആരെന്ത് പറഞ്ഞാലും അനുസരിക്കണ്ട, ഞാൻ പറഞ്ഞ അനുസരിച്ചാൽ മതി. അതൊക്കെ സിറ്റുവേഷൻ പോലെ കണ്ടാക്കും. ഞാൻ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് മറ്റേ തമ്മിലൊക്കെ ഇട്ടിട്ട് ഞാൻ എനിക്കിഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യുന്നു. ഇതാണ് ആദ്യം എനിക്കിഷ്ടമുള്ള കാര്യം. ഇവന് പാവമല്ല, ഭയങ്കര അഹങ്കാരമാണ്. പറ ബാക്കി പറ. പിന്നെ എന്താ, ഒരു ഗുഡ് ഹാർട്ടിന് ഉടമയാണ്. എന്തോന്ന്? ഒള്ളേ മനസ്സിൽ. അതെന്തോന്ന്?
അതെന്തോന്നത്? അത് ബാംഗ്ലൂരുകാർക്ക് മനസ്സിലാവും. ഇനിയിപ്പോ ഞാൻ അങ്ങ് പോയി ചോദിക്കണം അതിന്റെ ട്രാൻസ്ലേഷൻ. കന്നഡ എന്റെ ഒരു സമാധാനത്തിന് എനിക്ക് മലയാളത്തിൽ പറഞ്ഞ ഭയങ്കര ഭയങ്കര പ്യുവർ നല്ല നല്ല മനസ്സാണെന്നുള്ളൊരു സംഭവം. ഒരു സത്യമായിട്ട് ഞാൻ പറഞ്ഞ് പറയിപ്പിച്ചെന്ന് വിചാരിക്കുള്ളൂ. സ്വാമി സത്യം അങ്ങനെ ആൾക്കാർ വിചാരിക്കുള്ളൂ. ഓക്കെ, നല്ലത് പറയുന്നത് നല്ല ഫ്രണ്ടാണ്. ഓ ഞാൻ മറ്റേ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇവിടെ അല്ലെ ചെറുക്കൻ ക്യാമറ മാറ്റൂലെന്ന്, അതുകൊണ്ട് നീ ഇങ്ങനെ പറയണ പോലെ ബസ് കയറാം. ആ പറയുള്ളൂ പറയൂ. 24 മണിക്കൂർ കൊണ്ട് നടക്കുക ക്യാമറ. ഓക്കെ മതി, ബാ. ഇനി വല്ലതും പറയാൻ അവസരം കൊടുത്ത് ഇനി കുറ്റം പറയും. അടുത്ത വ്ളോഗിൽ പറയാം. ഓക്കെ ഗൈസ്, അടുത്ത വ്ളോഗിൽ വെയിറ്റ് ഫോർ ആദീസ് റിയാക്ഷൻ. അങ്ങോട്ടല്ലേ പോകണ്ടേ? എനിക്ക് പരിചയമുള്ള റോഡിൽ കൂടെ നടക്കാനേ ധൈര്യമുള്ളൂ. അപ്പം ഞാൻ ആദ്യയുടെ കൈ പിടിച്ചുകൊണ്ടൊക്കെ ഞാൻ പോകും. ഇതിപ്പോൾ ഞാൻ ആദ്യയുടെ കൈ പിടിച്ചുകൊണ്ട് പോകും. എനിക്ക് പേര് ഇതാണ് ഗൈസ് കേശവദാസപുരം ജംഗ്ഷൻ. ഇവിടെ നമ്മൾ നേരത്തെ ഇറങ്ങിയ ബസ് സ്റ്റോപ്പാണോ? അത് AC ബസ് ഉണ്ടോ? ചൂടെടുത്ത് ബസ്സിൽ നിൽക്കുവാണ് ഗൈസ്. ഇനി എൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. സൊഫിസ്റ്റിക്കേറ്റഡ് ബസ്, മെറ്റിക്കുലസ്, റെഡിക്കുലസ്, എല്ലാ കുലസ്. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ എന്താണ് ബെസ്റ്റ് ഫ്രണ്ട്സ് ഡേ ഔട്ട് കഴിഞ്ഞു. ലൈക്ക് ടെക്നിക്കലി കഴിഞ്ഞു. നമ്മളിപ്പോൾ ആദിയുടെ വീട്ടിൽ പോവുകയാണ്. രാവിലെ ഇറങ്ങിയതാണ് കെട്ടിയും പറക്കി എടുത്തുകൊണ്ട്. നമ്മൾ സിനിമ കണ്ട് കഴിച്ച് കുറേ യാത്ര ചെയ്ത് ചില്ല് ചെയ്ത് കുറച്ച് ആവശ്യങ്ങളൊക്കെ ബാങ്കിലൊക്കെ പോയി. ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ ഇതൊക്കെ ആവശ്യങ്ങളായിരിക്കാം. ബെസ്റ്റ് ഫ്രണ്ട്സ് ഡേ ഔട്ടിൽ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ലൈഫ്. നമ്മളിപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ഡേ ഔട്ട് ആയതുകൊണ്ട് എസ്തെറ്റിക് ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യണത് ഭയങ്കര ഫേക്കിംഗ് ആണ് ഗൈസ്. നമ്മൾ റിയൽ ആടാ ഒന്നൊരുമിച്ച് പുറത്ത് പോകണമെന്ന് വെച്ചാൽ അത്രേ ഉള്ളൂ, സെറ്റ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. നമ്മളിപ്പോൾ ആദിയുടെ വീട്ടിൽ പോവാണ്. അതെനിക്ക് വെള്ളം തയ്ക്കുന്നു. സംസാരിക്കാനുള്ളൊരു ഇതുപോലും ഇല്ല ഗൈസ്. എന്നിട്ട് ഞാൻ സംസാരിച്ച് ഇതിൻ്റെ ഡെഡിക്കേഷൻ ലെവൽ. ഇവിടെ അവിടെ പട്ടി ഇറങ്ങണം, നമുക്ക് അതിന് മുമ്പ് നിർത്താം. ഓക്കെ, പട്ടീന്ന് എനിക്ക് പേടിയാണ് ഗൈസ്. അപ്പോൾ ഇനിയൊന്നുമില്ല പറയാൻ, നമ്മൾ പോകുന്നു. ഓക്കെ, ടാറ്റ.